ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര എവിടേക്കാണ് ചോദിച്ചാൽ നമ്മുടെ പൊന്നാനിയുള്ള സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പള്ളിയിലേക്കാട്ടോ. ഒറ്റ മരം കൊണ്ടാക്കിയൊരു പള്ളിയുണ്ട്, അങ്ങോട്ടാണ് യാത്ര. അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ വളാഞ്ചേരി വലിയക്കുന്നുള്ള ടോപ്പ് ചിക്കനിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് സാലഡൊക്കെ വന്നു. നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, അൽഫാം മന്തി. അപ്പോൾ നമ്മുടെ അൽഫാം മന്തി ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും മന്തി കഴിച്ചത്. മോള് ഫ്രൈഡ് റൈസ് വന്നിട്ട് അവൾക്ക് ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ച്. ഫ്രൈഡ് റൈസ് വാങ്ങിച്ച ഉഷാറൊന്നുമില്ല കഴിക്കാൻ. എനിക്ക് മന്തി തന്നെ മതി പറഞ്ഞിട്ട് വീണ്ടും മന്തിയാണ് കഴിച്ചത്. അങ്ങനെ അവളുടെ ഫ്രൈഡ് റൈസും കൂടി ഞാൻ കഴിക്കേണ്ടി വന്നു. ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ ഈ വലിയകുന്ന് ടോപ്പ് ചിക്കനിലാട്ട മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വരാറ്. അവിടുത്തെ മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ്. കൂടുതലും ഞങ്ങൾ അവിടെ തന്നെയാണ് വരാറുള്ളത്. പിന്നെ നല്ല സർവീസിങ് ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ടോപ്പ് ചിക്കനിൽ തന്നെയാണ് മന്തി കഴിക്കാൻ വരാറുള്ളത്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പറഞ്ഞ ഒറ്റ മരം കൊണ്ടാക്കിയ പള്ളി കാണാൻ വേണ്ടിയിട്ട് പോവാം. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പള്ളി കാണാൻ വേണ്ടി പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് പെണ്ണുങ്ങൾക്ക് അവിടെ ഉള്ളിലേക്ക് അലൗഡ് അല്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് മറ്റേ ഇതൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അതാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിലേക്ക് അലൗഡ് അല്ല സ്ത്രീകൾക്ക്. അപ്പോൾ കാക്ക് പോയിട്ട് നിസ്കരിച്ചു, അതിൻ്റെ ഉള്ളിൽ സിയാർത്ത് ചെയ്തു. ഞങ്ങളിവിടെ പുറത്ത് റൂമുണ്ട്, അവിടെ പോയിട്ട് സിയാർത്ത് ചെയ്തു. ഇത് ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളിയാണ്, ഒറ്റ മരം കൊണ്ട് ഉണ്ടാക്കിയൊരു പള്ളിയാണ്. ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. അവിടെ നമുക്കൊരു ഉസ്താദ് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒറ്റ മരം കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. പിന്നെ സ്ത്രീകൾക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് അലോഡല്ലാന്ന് ഇതായപ്പോൾ പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. കുറേ കാലം മുമ്പ് പോയ സമയത്തൊക്കെ സ്ത്രീകളൊക്കെ ഉള്ളിൽ കയറിയിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു കുളമൊക്കെ ഉണ്ട്. കാക്ക ഉള്ളിൽ കയറി അതൊക്കെ കണ്ടു, നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പൊന്നാനി ബീച്ചിലോട്ട് പോന്നു. അവിടെ അടുത്താണ് പൊന്നാനി ബീച്ച്. നമ്മൾ ഈ ബീച്ചിൽ എത്ര തവണ പോയിക്കുന്നത് നമുക്ക് തന്നെ ഒരു കണക്കുണ്ടാവില്ല, അത്രയും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൽ എത്ര പോയാൽ നമുക്ക് മടുപ്പില്ല, കാരണം എത്ര പോയാലും എത്ര സമയം അവിടെ ഇരിക്കാനും ഇഷ്ടമാണ്. ഇന്നെന്താണെന്ന് അറിയില്ല, ഒരുപാട് ബോട്ടുകൾ കേട്ടോ മെയിനായിട്ട് വരിക തോന്നുന്നത്. ഒക്കെ ഒപ്പം ഇങ്ങനെ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ അധികം കാണാറില്ല. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. അപ്പോത്തിന് ഐഷുമോൾക്ക് എന്താ പറയുക, വിശക്കണോ ദാഹിക്കണോ, ഉപ്പിലിട്ടത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പുറത്തൊരു ചെറിയ കട ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ കല്ലിൽ ഇങ്ങനെ തിര വന്നടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞാനതൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് അപ്പുറത്തെ കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഐശുവിൻ്റെയും കാക്കുവിൻ്റെയും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കടയിൽ ചെന്ന് ഞങ്ങൾ നന്നാരി സർബത്തും സോഡ സർബത്തൊക്കെ പറഞ്ഞു. അത് എന്താ പറയുക, കുടിച്ച് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല, കാരണം തണുപ്പില്ല. അത് കാരണമാണ് ടേസ്റ്റില്ലാത്തത്. നമ്മൾ ജ്യൂസായാലും സർബത്തായാലും ഒക്കെ ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ കുടിക്കാൻ നല്ല ടേസ്റ്റ്. പക്ഷേ ഇത് വെറും എന്തോ ഒരു വെള്ളം കുടിക്കും പോലെ, തണുപ്പില്ലായിട്ട് ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ സോഡ സർബത്തൊക്കെ ഒന്ന് പിടിച്ച് കാണിച്ചു തന്നെ ഉള്ളൂ. വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, വീഡിയോയിൽ കാണുന്ന ഗുമ്മൊന്നുമില്ല അറിയാം. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടിയും അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ബിയ്യങ്കായൽ കാണാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളായി ബിയ്യങ്കായൽ കാണണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങളിതുവരെ ബിയ്യങ്കായലോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെയും കൂടി പോകണം. അപ്പോൾ അവിടുത്തെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കണില്ല, ലെങ്ത്ത് കൂടും. അപ്പോൾ അതിൻ്റെ ഒരു വേറെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും